അസ്സലാമു അലൈക്കും. കർബല ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു ആഷുറ ദിനം, കർബലയുടെ മണൽപ്പരപ്പിൽ ചൊരിഞ്ഞ വിശുദ്ധ രക്തം. പക്ഷേ കർബലയുടെ കഥ യഥാർത്ഥത്തിൽ തുടങ്ങുന്നത് അവിടെ നിന്നല്ല. അത് തുടങ്ങുന്നത് വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു പിതാവിൻ്റെ വിയോഗത്തിൽ നിന്ന്, ഒരു കുടുംബത്തിൻ്റെ പരീക്ഷണത്തിൽ നിന്ന്, ഒരു മഹാനായ നേതാവിൻ്റെ അവസാന ദിവസങ്ങളിൽ നിന്ന്. ആ മഹാനായ നേതാവ് ഇമാം അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃ സഹോദര പുത്രൻ, ഇസ്ലാം സ്വീകരിച്ച ആദ്യ യുവാവ്, ബദർ, ഉഹദ്, ഖന്തക്ക് തുടങ്ങിയ അനേകം യുദ്ധങ്ങളിലെ ധീരനായകൻ, മുസ്ലിം ലോകത്തിൻ്റെ 4ാമത്തെ ഖലീഫ. ഹിജ്റ 40-ാം വർഷം റമദാൻ മാസം, കൂഫ നഗരം. അലി റളിയല്ലാഹു അൻഹു പലപ്പോഴും തൻ്റെ അടുത്തവരോട് പറയുമായിരുന്നു, എൻ്റെ വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു പ്രത്യേക ഗൗരവമുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ആകാശത്തേക്ക് നോക്കി പറഞ്ഞു, അല്ലാഹുവാണേ സത്യം, എന്നോട് വാഗ്ദാനം ചെയ്ത ദിവസം അടുത്തിരിക്കുന്നു. അടുത്തുള്ളവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. പക്ഷേ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയം എന്തോ തിരിച്ചറിഞ്ഞിരുന്നു. അതിനിടെ കൂഫയിൽ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു മൽജം, ഒരു ഖാരിജി. അലി റളിയല്ലാഹു അൻഹുവിനോടുള്ള വിദ്വേഷം അവൻ്റെ ഹൃദയത്തെ അന്ധമാക്കിയിരുന്നു. ചരിത്രകാരന്മാർ പറയുന്നത്, അവൻ വിഷം പുരട്ടിയ ഒരു വാൾ തയ്യാറാക്കി ദിവസങ്ങളോളം അതിന് മൂർച്ച കൂട്ടി. ഒരേ ഒരു ലക്ഷ്യം, അലി റളിയല്ലാഹു അൻഹുവിനെ വധിക്കുക. റമദാൻ 19 പുലർച്ചെ. ലോകം ഇപ്പോഴും ഉറക്കത്തിലായിരുന്നു. ഫജർ നമസ്കാരത്തിനായി അലി റളിയല്ലാഹു അൻഹു നടന്നു. വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ ചില അസാധാരണ സംഭവങ്ങൾ നടന്നതായി ചരിത്രത്തിൽ കാണാം. ചില റിപ്പോർട്ടുകൾ പ്രകാരം വീടിനടുത്തുള്ള താറാവുകൾ അസ്വാഭാവികമായി കരയാൻ തുടങ്ങി. അവയെ കണ്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവയെ വിടുക, അവ കരയുന്നത് ഉടൻ സംഭവിക്കാനിരിക്കുന്ന കാര്യത്തിനു വേണ്ടിയാണ്. മസ്ജിദിലെത്തി. നമസ്കാരം തുടങ്ങാനായി. സഫുകൾ നേരെയാക്കി. തക്ബീർ ചൊല്ലാൻ തയ്യാറായി. അപ്പോഴാണ് ഇരുട്ടിൻ്റെ മറവിൽ ഒരു കോണിൽ ഒളിച്ചിരുന്ന് ഇബ്നു മുൽജം പെട്ടെന്ന് ചാടി വീണത്. അവൻ്റെ വിഷം പുരട്ടിയ വാൾ അതിശക്തമായി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തലയിലേക്ക് പതിച്ചു. മസ്ജിദ് നടുങ്ങി. ജനങ്ങൾ ഞെട്ടി. രക്തമൊഴുകാൻ തുടങ്ങി. എന്നാൽ ആ നിമിഷത്തിൽ പോലും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിൽ പരാതിയുണ്ടായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ അമരമായി. കഅബയുടെ രക്ഷിതാവായ അല്ലാഹുവാണേ സത്യം, ഞാൻ വിജയിച്ചിരിക്കുന്നു. അല്ലാഹുവിലേക്ക് മടങ്ങുന്ന ഒരു വിശ്വാസിയുടെ സന്തോഷമായിരുന്നു അത്. അലി റളിയല്ലാഹു അൻഹുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു, സൈനബ റളിയല്ലാഹു അൻഹ, കുടുംബങ്ങളെല്ലാം ചുറ്റും കൂടി. വേദന അസഹ്യമായിരുന്നു. എന്നാൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് ഇപ്പോഴും ഉമ്മത്തിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹം മക്കളെ വിളിച്ച് ഉപദേശിച്ചു, അല്ലാഹുവിനെ ഭയപ്പെടുക, സത്യത്തിൽ ഉറച്ചു നിൽക്കുക, അനാഥരെ സംരക്ഷിക്കുക, ഖുർആൻ കൈവിടരുത്. ഇബ്നു മുൽജിമിനെ കുറിച്ചും അദ്ദേഹം പറഞ്ഞു, ഞാൻ ജീവിച്ചാൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഞാൻ തീരുമാനിക്കും. ഞാൻ മരിച്ചാൽ അവൻ എന്നെ ഒരിക്കൽ അടിച്ചതുപോലെ ഒരിക്കൽ മാത്രം ശിക്ഷിക്കുക, അവനെ ഉപദ്രവിക്കരുത്. 2 ദിവസം കഴിഞ്ഞ് അലി റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസ്ലിം ലോകം മൊത്തം ദുഃഖത്തിലായി. അഹ്ലുബൈത്തിൻ്റെ ഹൃദയം തകർന്നു. പക്ഷേ ചരിത്രം അവിടെ അവസാനിച്ചില്ല. ഒരു പുതിയ ചരിത്രത്തിൻ്റെ തുടക്കമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത മകൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ഭരണത്തിൻ്റെ ഭാരമേറ്റെടുക്കാൻ പോവുകയായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കാത്തിരുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനകളും വിശ്വാസവഞ്ചനകളും അവസാനം കർബലയിലേക്ക് നയിക്കുന്ന സംഭവങ്ങളുടെ തുടക്കവുമായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടെ മുസ്ലിം ലോകം വളരെ ദുഃഖത്തിലായി. ഇനി മുസ്ലിങ്ങളെ നയിക്കുന്നത് ആരാണ്? ഉത്തരം ഒന്ന് മാത്രമായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്ത പേരക്കുട്ടി അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മൂത്ത മകൻ ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു. ജനങ്ങൾ അദ്ദേഹത്തിന് ബൈഅത്ത് നൽകി. അദ്ദേഹം മുസ്ലിം ലോകത്തിൻ്റെ ഖലീഫയായി. പക്ഷേ അദ്ദേഹത്തിന് ലഭിച്ചത് ശാന്തമായ ഒരു ഭരണകൂടമല്ലായിരുന്നു. യുദ്ധത്തിൻ്റെ വക്കിലെത്തിയ ഒരു ഉമ്മത്തായിരുന്നു. ഒരു ഭാഗത്ത് കൂഫയും ഇറാഖും, മറ്റൊരു ഭാഗത്ത് സിറിയയും. സിറിയയിൽ അധികാരമുറപ്പിച്ചു നിന്നത് മുആവിയ. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലം മുതൽ തന്നെ നിലനിന്നിരുന്ന രാഷ്ട്രീയ ഭിന്നതകൾ ഇപ്പോഴും അവസാനിച്ചിരുന്നില്ല. ഇപ്പോൾ 2 നേതാക്കൾ,
രണ്ട് സൈന്യങ്ങൾ, ഒരു മുസ്ലിം ലോകം. എല്ലാവരും കാത്തിരുന്നത് ഒരു വലിയ യുദ്ധത്തിനായിരുന്നു. കൂഫയിൽ ആയിരക്കണക്കിന് ആളുകൾ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിലെത്തി. ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്, മുആവിയയെ നേരിടാം, അവർ പറഞ്ഞു. ഹസൻ റളിയല്ലാഹു അൻഹു സൈന്യത്തെ സജ്ജമാക്കി. സൈന്യം മുന്നേറി. എന്നാൽ യാത്രക്കിടയിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു കാര്യം തിരിച്ചറിഞ്ഞു. പലരും യുദ്ധത്തിനു വേണ്ടി വന്നതല്ല. ചിലർ അധികാരത്തിന് വേണ്ടി വന്നവരായിരുന്നു, ചിലർ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ്, ചിലർ അവസരം കിട്ടിയാൽ ശത്രുപക്ഷത്തേക്ക് മാറാൻ പോലും തയ്യാറായിരുന്നു. ഒരു ദിവസം അവിടെ ഒരു ഞെട്ടിക്കുന്ന സംഭവം നടന്നു. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ സ്വന്തം സൈന്യത്തിലെ ചിലർ അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് കയറി സാധനങ്ങൾ കൊള്ളയടിക്കാൻ ശ്രമിച്ചു. ചില ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ഹസൻ റളിയല്ലാഹു അൻഹുവിന് പരിക്കേറ്റുവെന്നാണ്. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു ഒരു സത്യം മനസ്സിലാക്കി. ഇത്തരം ഒരു സൈന്യത്തെ ആശ്രയിച്ച് യുദ്ധം ചെയ്താൽ വിജയിക്കുന്നതാരാണെങ്കിലും മരിക്കുന്നത് മുസ്ലിങ്ങളായിരിക്കും, രക്തം ചിന്തുന്നത് മുസ്ലിങ്ങളുടേതായിരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു തീരുമാനം എടുത്തു. ചരിത്രം ഒരിക്കലും മറക്കാത്ത തീരുമാനം. മുആവിയയുമായി ചർച്ച നടത്തുക. പലർക്കും അത് ഞെട്ടലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി അധികാരം വിട്ടുകൊടുക്കുകയോ ഇത്രയും വലിയ ത്യാഗം ചെയ്യുകയോ? ജനങ്ങൾ അത്ഭുതപ്പെട്ടു. പക്ഷേ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണുകൾ സിംഹാസനത്തിലായിരുന്നില്ല, ഉമ്മത്തിൻ്റെ ഐക്യത്തിലായിരുന്നു. അവസാനം ഇരുവിഭാഗവും ചർച്ചയ്ക്ക് തയ്യാറായി. ഒരു സമാധാന കരാർ രൂപപ്പെട്ടു. ആ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ: മുസ്ലിങ്ങളുടെ രക്തം ചൊരിയരുത്, അഹ്ലുബൈത്തിന് ഉപദ്രവമുണ്ടാക്കരുത്, മുആവിയയ്ക്ക് ശേഷം പിൻഗാമിയെ നിർബന്ധമായി നിശ്ചയിക്കരുത്, ഭാവിയിലെ നേതൃത്വം മുസ്ലിം സമൂഹം തീരുമാനിക്കണം. ഈ വ്യവസ്ഥകളോടെ ഹസൻ റളിയല്ലാഹു അൻഹു അധികാരം കൈമാറി. ആ ദിവസം ലോകം കണ്ടത് ഒരു ഭരണാധികാരിയെയല്ല, ഒരു ത്യാഗിയെയായിരുന്നു. അധികാരത്തിനു വേണ്ടി യുദ്ധം ചെയ്യുന്ന നേതാക്കളെ ചരിത്രം ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷേ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ അധികാരം ഉപേക്ഷിച്ച നേതാക്കൾ വളരെ വിരളമാണ്. അതുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചില ചരിത്രകാരന്മാർ മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യം സംരക്ഷിച്ച നേതാവ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ എല്ലാവരും ഈ തീരുമാനത്തെ സ്വാഗതം ചെയ്തില്ല. ചിലർ നിരാശരായി, ചിലർ വിമർശിച്ചു, ചിലർ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഖലീഫത്ത് വിട്ടുകൊടുത്തത്? ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി ചരിത്രത്തിൽ ഇന്നും മുഴങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു, മുസ്ലിങ്ങളുടെ രക്തം സംരക്ഷിക്കാനാണ് ഞാൻ ഇത് ചെയ്തത്. അധികാരം നഷ്ടപ്പെട്ടു, പക്ഷേ ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷപ്പെട്ടു. അങ്ങനെ ഹസൻ റളിയല്ലാഹു അൻഹു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ജീവിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു ഭാവിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത്. ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ശാന്തമായ ജീവിതം നയിക്കുകയായിരുന്നു. മദീനയിലെ വഴികളിൽ അദ്ദേഹത്തെ കാണാമായിരുന്നു. മസ്ജിദുൻ നബവിയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ജനങ്ങളെ പഠിപ്പിക്കുന്നതും ഖുർആൻ പഠിപ്പിക്കുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് വിവരിക്കുന്നതുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. പക്ഷേ ഈ ശാന്തത അധികനാൾ നീണ്ടുനിന്നില്ല. സമയം കടന്നുപോയി. മുആവിയ ഇപ്പോഴും ഭരണത്തിലായിരുന്നു. അതിനിടെ ഒരു ദിവസം ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു അപ്രതീക്ഷിതമായി ഗുരുതരമായ രോഗബാധിതനായി. അത് സാധാരണ അസുഖമാണെന്ന് കരുതി. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്ഥിതി മോശമായി. വേദന അസഹ്യമായി. ശരീരം ക്ഷയിച്ചു. അദ്ദേഹത്തെ കാണാൻ വന്നവർ ഞെട്ടിപ്പോയി. ഇത് സാധാരണ രോഗമല്ലെന്ന് എല്ലാവർക്കും തോന്നി. ചില ചരിത്രരേഖകൾ പറയുന്നത് അദ്ദേഹത്തിന് വിഷം നൽകപ്പെട്ടുവെന്നാണ്. വിഷത്തിൻ്റെ ആഘാതം ദിവസങ്ങളോളം തുടർന്നു. ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ സ്ഥിതി വഷളായിക്കൊണ്ടേയിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പരാതി ഉയർന്നില്ല, അള്ളാഹുവിൻ്റെ വിധിയോടുള്ള സംതൃപ്തി മാത്രം. അന്ന് അദ്ദേഹത്തിൻ്റെ അരികിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ഒരു മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹു. ബാല്യകാലം മുതൽ അവർ ഒരുമിച്ചായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കളിച്ചവർ. ഇന്ന് ഒരാൾ മരണശയ്യയിൽ, മറ്റേയാൾ കണ്ണീരോടെ അരികിൽ. ഒരു ദിവസം ഹുസൈൻ റളിയല്ലാഹു അൻഹു സഹോദരനോട് ചോദിച്ചു, സഹോദരാ, നിങ്ങളെ വിഷം കൊടുത്തത് ആരാണെന്ന് പറയൂ. പക്ഷേ ഹസൻ റളിയല്ലാഹു അൻഹു അതിന് മറുപടി പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ശിക്ഷിക്കേണ്ടവനാണെങ്കിൽ അള്ളാഹു തന്നെ ശിക്ഷിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു നിരപരാധിയുടെ രക്തത്തിന് കാരണമാകാൻ ആഗ്രഹിക്കുന്നില്ല. മരണശയ്യയിലും പ്രതികാരമില്ല, നീതിയും ക്ഷമയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ദിവസങ്ങൾ കടന്നുപോയി. അവസാന നിമിഷങ്ങൾ അടുത്തെത്തി. അപ്പോൾ ഹസൻ റളിയല്ലാഹു അൻഹു തൻ്റെ സഹോദരനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു.
കുടുംബാംഗങ്ങളെയും വിളിച്ചു. അദ്ദേഹം അവരോട് അള്ളാഹുവിനെ ഭയപ്പെടാൻ ഉപദേശിച്ചു, ഖുർആൻ മുറുകെ പിടിക്കാൻ ഉപദേശിച്ചു, സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഉപദേശിച്ചു. പിന്നീട് ഒരു പ്രത്യേക ആഗ്രഹം അറിയിച്ചു. എൻ്റെ വല്ലിപ്പ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ എന്നെ മറവ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കുടുംബാംഗങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞു. അവർക്ക് അറിയാമായിരുന്നു വേർപാടിൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്ന്. അവസാനം ഹിജ്റ 50-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി അഹ്ലുബൈത്തിൻ്റെ അഭിമാനം ഇമാം ഹസൻ റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു സഹോദരനെ മാത്രമല്ല, ഒരു കൂട്ടുകാരനെയും ഒരു സുഹൃത്തിനെയും ഒരു ഉപദേശകനെയും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്നാൽ പരീക്ഷണം അവിടെ അവസാനിച്ചില്ല. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനാസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ ഇവിടെ വീണ്ടും വിവാദങ്ങൾ ഉയർന്നു. സ്ഥിതിഗതികൾ സംഘർഷത്തിലേക്ക് വരെ നീങ്ങി. രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത വരെയുണ്ടായി. അപ്പോൾ മരണശേഷവും സമാധാനം ആഗ്രഹിച്ച ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വസിയത്ത് ഓർമ്മിക്കപ്പെട്ടു. എൻ്റെ കാരണത്താൽ ഒരു തുള്ളി രക്തം പോലും ചിന്തരുത്. അങ്ങനെ അദ്ദേഹത്തെ മദീനയിലെ ജന്നത്തുൽ ബഖയിൽ മറവ് ചെയ്തു. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തോടെ അഹ്ലുബൈത്തിൻ്റെ നേതൃത്വം മുഴുവൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ചുമലിലായി. പക്ഷേ അതിലും വലിയൊരു മാറ്റം വരാനിരിക്കുകയായിരുന്നു. സിറിയയിലെ ഭരണാധികാരി തൻ്റെ മകനെ അടുത്ത ഖലീഫയാക്കാനുള്ള പദ്ധതി തയ്യാറാക്കുകയായിരുന്നു. ആ മകൻ്റെ പേര് യസീദ്. ഇൻഷാ അല്ലാഹ് ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് അടുത്ത പാർട്ടിൽ വിശദീകരിക്കാം.